പാലക്കാട് ജില്ലാ ആശുപത്രി സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ക്ഷേത്ര സന്ദർശനം ഉണ്ടായിരുന്നു. കൽപ്പാത്തിയും മണപ്പള്ളിക്കാവും രണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. മണപ്പള്ളിക്കാവിനെ സംബന്ധിച്ച് മലബാർ ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ കുറേ നാളുകളായി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഭക്തജനങ്ങൾക്കൊക്കെ വലിയ പരാതി കിട്ടിയ അനുസരിച്ചാണ് MLA നിർദ്ദേശിച്ച് അവിടെ സന്ദർശിച്ചത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും ബോർഡ് അംഗങ്ങളും ഇന്ന് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തിനകം അവിടെ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാം എന്ന് ദേവസ്വം ബോർഡും അവിടുത്തെ ട്രസ്റ്റികളും കൂടെ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ഒരുപാട് വിവാഹങ്ങളൊക്കെ നടക്കുന്നൊരു ക്ഷേത്രം. രണ്ടാമത്തത് ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പാലക്കാട്ടെ ഏറ്റവും വലിയ ആശുപത്രി ജില്ലാ ആശുപത്രിയാണ്. കാരണം മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അത് SC/ST ആണ്. പിന്നെ ജനറൽ ആശുപത്രി ജില്ലയിലില്ല. അപ്പോൾ ജില്ലാ ആശുപത്രിയാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇവിടെ 2 കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് കിഫ്ബിയുടെ ഫണ്ടാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണം നവംബറിൽ പൂർത്തീകരിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടം ഇൻകാലാണ് അതിൻ്റെ വർക്ക് നടത്തുന്നത്. അവർ 18 മാസമാണ് അവർ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് രണ്ടും പൂർത്തിയായാൽ ഈ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രി ഉയർത്താൻ കഴിയും. അപ്പം അങ്ങനെ സമയബന്ധിതമായി കാര്യങ്ങൾ നടത്താൻ തീരുമാനമായി. 2 ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ പോസ്റ്റ് ഒഴിവുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഞാൻ കണ്ടിടത്തോളം. അപ്പോൾ ആ പോസ്റ്റുകൾ നികത്താൻ ഇപ്പോൾ സൂപ്രണ്ടിനെ വെച്ചിട്ട് കുറച്ച് ദിവസമായി ചാർജ് എടുത്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരെയൊക്കെ ഉടനടി നിയോഗിച്ചുകൊണ്ട് ആ പ്രക്രിയ 1 മാസം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. അതോടുകൂടെ പിന്നെ ഒരു കെട്ടിടം പൊളിക്കാനുണ്ട്. അവിടെയാണ് പ്രിസൺ സെല്ലുള്ളത്. പക്ഷെ അത് മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരും. അത് ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിക്കണം. അതിലെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കും. അങ്ങനെ അതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കെട്ടിടം പൊളിച്ച് നമുക്കവിടെ പുതിയതായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇതാണ് മൊത്തത്തിൽ. പിന്നെ പിരാഗിരിയിലെ ആശുപത്രിയെ സന്ദർശിച്ചു. ഒരു ബിൽഡിങ്ങിലാണ് 3 വകുപ്പുകൾ. എനിക്കൊന്നും അങ്ങനെയൊന്നും മറ്റൊരിടത്തും കണ്ടിട്ടില്ല. അലോപ്പതി, ആയുർവേദം, ഹോമിയോ. ഇപ്പോൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ നൽകുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. ഇതിപ്പോൾ ഇടുങ്ങിയൊരു മുറിയിൽ അവിടെ പിരാഗിരി കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോയി. സ്റ്റാഫ് പാറ്റേൺ വയ്ക്കാൻ നിവൃത്തിയില്ല, കാരണം സ്ഥലപരിമിതിയുണ്ട്. ഞാൻ പഞ്ചായത്തുകാരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സ്ഥലം നൽകിയാൽ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു മേൽനോട്ടം നടത്തുക എന്നുള്ളതാണ് സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. ഇനിയും മറ്റു പല ആശുപത്രികൾ ഇവിടെയുണ്ട്. അത് പിന്നീട് ഒരു ദിവസം ഇവിടെ സന്ദർശിക്കുന്നതാണ്. അത് ഒഴിവാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരും കോയമ്പത്തൂരും പോകുമ്പോഴേക്കും പല രോഗികൾക്കും മരണം സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാനാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതുവരെ മറ്റേ നമ്മുടെ KHRBസിൻ്റെ ഇതുണ്ടല്ലോ, അവിടെ റൂമുകളുണ്ടല്ലോ, ആ റൂമിലേക്ക് മറ്റ് വകുപ്പുകൾ മാറ്റുക. ഇല്ല, ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെ ഒരു പരാതി അവർ പറഞ്ഞില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വർക്കുകളൊക്കെ അവർ പൂർത്തിയാക്കി തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളത്തിനോ മരുന്നിനോ ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടില്ല. അവർക്ക് ശമ്പളവും അതുപോലെ തന്നെ മരുന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കേണ്ട ഫണ്ട് ഞങ്ങൾ കൃത്യമായി കൊടുക്കും. അത് മുഖ്യമന്ത്രിയാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ മറ്റു വകുപ്പുകളുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല.
അല്ല, കിഫ്ബിയുടെ ഓൺ ഗോയിങ് ഫണ്ടിനെ ഒന്നും തടസ്സപ്പെടുത്തില്ല. കിഫ്ബിയുടെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ ബാക്കിയുള്ളൂ. കിഫ്ബിയുടെ നിലവിൽ പോകുന്ന ഇതൊക്കെ വർക്ക് ഏതാണ്ട് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ ഫണ്ടുകളൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇല്ല, അതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ചൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. DMO ഒന്നും ഒപ്പം ഉണ്ടായിരുന്നു. ആശുപത്രിയുടെ സൂപ്രണ്ട് പക്ഷേ ചാർജ് എടുത്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് എടുക്കാൻ പറഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്തത്. ചാർജ് എടുത്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഞങ്ങൾ ഞാൻ പറയാം, ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും അത്രയേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് ഇറക്കി. പിന്നെ മുൻ വർഷം ഇറക്കി. പക്ഷേ മുൻ വർഷങ്ങളുടെ കാര്യം ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. കാരണം കോടതിയിൽ സ്റ്റേ ഉണ്ട്, മാനേജ്മെൻറ്റിൽ സ്റ്റേ പോയിട്ടുണ്ട്, രക്ഷിതാക്കൾ പോയിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം പറഞ്ഞാൽ കുട്ടികൾ കൊടുത്ത ഫീസ് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല. കാരണം കോടതിയുടെ സ്റ്റേ ആണ്. എന്നാൽ നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും 4 വർഷത്തെ ഫീസ് മാത്രമേ വാങ്ങാവൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും സർക്കാർ നടത്തുന്നുണ്ട്. കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വക്കീൽ അത് കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പം സ്റ്റേ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ തുടർന്നുള്ള വാദം വരുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അഡ്വക്കേറ്റ് ഉണ്ടാവും. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ സർക്കാരിന് വേണ്ടി ആവശ്യം. ആ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. കുട്ടികളുടെ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിന് അങ്ങനെ പ്രൈവറ്റായിട്ട് നടത്തിയാൽ ലാഭമില്ല എന്ന് കാണുന്ന പ്രൈവറ്റുകാരും നടത്തണമെന്നില്ല. ഇപ്പം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. നിലവിലുള്ള മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാം. നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. SIT ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ വേറെ അന്വേഷണം പ്രഖ്യാപിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചില പരാമർശങ്ങൾ നടത്തിയത്. എന്ന് വിചാരിച്ച് ഞങ്ങളാരും കോട്ടലക്ഷ്യം നടത്തുന്നവരല്ല. പക്ഷേ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയൊരു കൊള്ള കൺമുമ്പിൽ നടന്നിട്ട് അന്വേഷിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നടപടികൾ ത്വരിതപ്പെടുത്തുക. അത് കോടതി ഇടപെട്ടാലേ പറ്റൂ. ഞങ്ങൾക്ക് SITയുടെ മേലെ ഒരു നിയന്ത്രണവുമില്ല. ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളെങ്ങനെ ഇടപെട്ടാൽ കോട്ടലക്ഷ്യമാവും. ഇപ്പോൾ ഇങ്ങനെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകിയാൽ ഓരോ ദിവസവും കട്ടവർ തെളിവ് നശിപ്പിക്കും. ഇപ്പം കക്കാൻ എടുക്കാനായിട്ടുള്ളവർക്ക് തെളിവ് നശിപ്പിക്കാനും പറ്റും. അതിനവർക്ക് ദൗർഭാഗ്യവശാൽ അതിന് സമയം കിട്ടിയവർക്ക്. ഹൈക്കോടതിയുടെ മേൽനോട്ടമല്ല, സംസ്ഥാന സർക്കാരിന് കുറച്ചൊരു സ്വാതന്ത്ര്യമാണ്. തെറ്റ് ചെയ്തവനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വേണം. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. ശരി എന്നാൽ അല്ല, ഞങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്യാബിനറ്റിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇത്രയും ഒരു പ്രമാദമായിട്ടുള്ള വിഷയം വരുമ്പോൾ ക്യാബിനറ്റിൽ വിഷയം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യപ്പെടും.